ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. आए हुए सभी लोगों को प्रभु यीशु मसीह के नाम से नमस्कार। കഴിഞ്ഞ ആഴ്ചയിൽ നാം ആയിരുന്നിടത്തെല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ചു പരിപാലിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. पिछले हफ्ते हम जहाँ भी थे वहाँ सब प्रभु परमेश्वर ने अपनी आशीष से हम सबको संभाला, इसलिए मैं धन्यवाद देता हूँ। ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. आज के मनन के लिए एक वाक्य पढ़ना चाहता हूँ। इब्रानियों की किताब 2 अध्याय उसका 5वां आयत। മലയാളം और हिंदी में पढ़ो. हिंदी में भी पढ़ो. उसने उस आने वाले जगत को जिसकी चर्चा हम कर रहे हैं स्वर्गदूत के अधीन ना किया। അവിടെ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയും, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. यहाँ पर जो लिखा है कि इस प्रकार लिखा है कि उसने आने वाली जगत को जिसकी चर्चा हम कर रहे हैं स्वर्गदूत के अधीन नहीं किया। അപ്പോൾ വചനപ്രകാരം നാം ചിന്തിക്കുമ്പോൾ ഒരു ഭാവി ലോകമുണ്ടെന്ന് ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. हम वचन का मनन करें तो परमेश्वर के इस वचन से समझ सकते हैं कि एक आने वाला एक जगत है जिसकी हम चर्चा कर रहे हैं। എന്നാൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ നമുക്ക് വേറൊരു ജീവിതമില്ല. जब हम भूमि पर है तब हमारे इस शरीर में दूसरा एक कोई जीवन नहीं है। ഈ ശരീരത്തിൽ ഈ ഒരു ജീവിതം മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളൂ. इस शरीर में सिर्फ हमारा एक ही जीवन है जो इस भूमि पर है। യോബിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ योग की किताब 7वें अध्याय की ओर जब हम आएंगे, അതിന്റെ 7-ന്റെ 1 നമ്മൾ നോക്കുമ്പോൾ उसका 7 का 1 हम पढ़े तो മലയാളത്തിൽ അല്പം വ്യത്യാസമുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മനുഷ്യനെ ഭൂമിയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സമയം ഉണ്ട് എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. मलयालम में अलग कुछ लिखा, लेकिन इंग्लिश में वहाँ लिखा, इंग्लिश में जो बताया गया कि वहाँ की मनुष्य को एक निश्चित समय के बारे में बताया गया है. അത് ഹിന്ദിയിലും മലയാളത്തിലും ഒരേപോലെ എഴുതിയിരിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മനുഷ്യർക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരു സമയം ഭൂമിയിൽ ഉണ്ടെന്ന് കാണുവാൻ കഴിയും. हिंदी और मलयालम एक जैसा लिखा, लेकिन इंग्लिश में लिखा है कि भूमि पर एक निश्चित समय मनुष्य ने कहा। അപ്പോൾ മനുഷ്യരായ നമുക്കെല്ലാം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. अर्थात इसका मतलब यह है कि ये मनुष्य लोगों को प्रभु ने एक निश्चित समय അപ്പോൾ തന്നെ അത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു വാക്യം കൂടാണ്. इसका मतलब वो वाक्य हमें एक आशा जगाने वाला वाक्य है. ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും വിശ്വാസികൾ പാസ്റ്റർമാർ എല്ലാവരും ഒരു ഭയത്തിന് കീഴിൽ കൂടാണ് കടന്നു പോകുന്നത്. अभी जो अवस्था है, इस अवस्था में विश्वासी लोग, पास्टर लोग, सभी लोग एक भय के वातावरण से गुजर रहे हैं. ഭയമെന്ന് പറയുന്നത് പ്രധാനമായി കൊറോണ വൈറസിനെ സംബന്ധിച്ചുള്ള ഭയമാണ് എല്ലാവർക്കും ഉള്ളത്. भय का मतलब जो प्रत्येक रूप से कोरोना वायरस से संबंधित भय से है. എന്നാൽ ദൈവമക്കളാകുന്ന ദൈവവചനം കേൾക്കുന്നവരോട് ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, लेकिन परमेश्वर का वचन सुनने वाले लोगों को मैं वचन के द्वारा बताना चाहता हूँ ദൈവം നമുക്ക് ഭൂമിയിൽ നൽകി തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. कि प्रभु ने हमें इस दुनिया में जीवित रहने के लिए एक निश्चित समय दिया ആ हुआ है. സമയത്തിന് മുമ്പേ രോഗം വന്നാലും നമ്മൾ മരിക്കത്തില്ല. उस निश्चित समय से पहले कोई भी रोग क्यों ना है, लेकिन उसके पहले हम मरेंगे नहीं. രോഗം വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, रोग नहीं आएगा ऐसा मैं नहीं कह सकता, എന്നാൽ രോഗം വന്നാലും നമ്മൾ മരിക്കത്തില്ല. लेकिन रोग आने के पश्चात भी हम नहीं मरेंगे. കാരണം എന്താ, ദൈവം നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരു സമയമുണ്ട്. कारण है कि प्रभु ने हमारे लिए एक निश्चित समय इस दुनिया में रखा हुआ है. ഉദാഹരണത്തിന് വേണ്ടി മോശയെ ഫറവോൻ കൊല്ലുവാൻ ശ്രമിച്ചു. उदाहरण के लिए मूसा को मारने के लिए फिरौन ने कई बार कोशिश किया, എന്നാൽ മോശയെ കുറിച്ച് ദൈവത്തിന് ചില ഹിതങ്ങളുണ്ട്, ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. लेकिन परमेश्वर को मूसा से कुछ आग्रह या कुछ काम होना था. അപ്പോൾ മോശയെ കുറിച്ചുള്ള ദൈവഹിതം തികയ്ക്കുന്നവരെയും ഒരു മരണത്തിന്റെ ശക്തിക്ക് മോശയെ തൊടുവാൻ കഴിയില്ല. इसलिए परमेश्वर का हित उस मूसा से पूरा न हो तब तक कोई भी मृत्यु उसे नहीं मार सकती. അപ്പോൾ തന്നെ നമ്മളെ കുറിച്ചെല്ലാം ദൈവത്തിന് ഒരു ഹിതവും ഉദ്ദേശവും പ്ലാനുകളും ഉണ്ട്. इसका मतलब कि हम सभी प्रभु का कुछ न कुछ उद्देश्य है. എല്ലാ ദൈവമക്കളും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. सभी परमेश्वर के लोगों को ये जानना बहुत जरूरी है എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. कि मुझसे परमेश्वर का कुछ उद्देश्य है. നമ്മൾ എല്ലാവരും പാസ്റ്റർമാരായിരിക്കത്തില്ല, हम सभी पास्टर या पास्टर नहीं होंगे, സുവിശേഷത്തിന് അറിയിക്കുന്നവരായിരിക്കത്തില്ല. या सुसमाचार का प्रचार करने वाले नहीं എന്നാൽ होंगे. വചനം പറയുന്നു ദൈവം ആരെയും വെറുതെ തിരഞ്ഞെടുത്തിട്ടില്ല. लेकिन वचन कहता है कि परमेश्वर ने कभी भी किसी को बिना किसी कारण के नहीं चुना है. നമ്മിൽ കൂടെ പല പ്രവൃത്തികൾ ദൈവത്തിന് ലോകത്തിൽ ചെയ്യുവാനുണ്ട്. हमारे द्वारा परमेश्वर को कुछ काम इस दुनिया में करना है. അത് ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നിൽ കൂടെ ചില പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് നാം മനസ്സിലാക്കണം. हम परमेश्वर के सामने इस बात को जानना जरूरी है कि हमारे जीवन से भी परमेश्वर कुछ उद्देश्य അത് है. പല രീതിയിലും പല
വിധത്തിലുമായിരിക്കും. वो कई रीति से कई प्रकार से हो सकता है. എന്നെ കുറിച്ചുള്ള ഒരു ഹിതമായിരിക്കത്തില്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുന്നത്. परमेश्वर का जो कार्य मुझसे होना है वो आपसे नहीं होगा. അപ്പോൾ നമ്മളെ കുറിച്ചെല്ലാം ദൈവത്തിനൊരു ഹിതമുണ്ട്. हम सबके कार्य का, हम सबके जीवन से क्या कार्य करना है प्रभु को पता है. ദൈവഹിതം പൂർത്തിയാകാതെ ഒരു ശക്തിക്ക് നമ്മെ ലോകത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല. परमेश्वर का कार्य हमारे जीवन से पूरा हुए बिना कोई भी शक्ति हमें नहीं मार सकती. അതുകൊണ്ട് ഭയപ്പെടാതെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. इसलिए हम बिना भय के इस दुनिया में और आगे बढ़ते जाएं. ദൈവം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു സമയമുണ്ട് ഈ ലോകത്തിൽ. इस दुनिया में परमेश्वर ने हमें एक निश्चित समय रखा है. അതിന്റെ 9-ാം യോബിന്റെ പുസ്തകം 7-ന്റെ 9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, अय्यूब की किताब 7वां अध्याय उसका 9वां आयत जब हम पढ़ेंगे तो മലയാളത്തിൽ എന്തെങ്കിലും വായിച്ചാട്ടെ. ആ 9-ഉം 10-ഉം വാക്യങ്ങൾ 7-ന്റെ 9. अय्यूब की किताब 7वां अध्याय उसका 9वां और 10वां आयत में लिखा हुआ है, जैसे बादल छटकर लोप हो जाता है वैसे ही अधोलोक में उतरने वाला फिर वहां से नहीं लौट सकता. वह अपने घर को फिर लौट ना आएगा और न अपने स्थान में फिर मिलेगा. ഞാൻ പറഞ്ഞു മനുഷ്യന് ഈ ശരീരത്തിൽ ഒരു ജീവിതം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. मैंने जिस पर कहा कि मनुष्य को इस भूमि पर एक ही जीवन है. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. 9वां आयत में हमने इस प्रकार पढ़ा, മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലേക്ക് ഇറങ്ങുന്നവർ വീണ്ടും കയറി വരുന്നില്ല. वहाँ पर लिखा है कि जैसे बादल छटकर लोप हो जाता है वैसे ही अधोलोक में उतरने वाला फिर वहाँ नहीं लौट सकता. നമ്മൾ മേഘങ്ങളെ ആകാശത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. हम लोग देखते हैं आकाश में बादल आते हैं. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അതിന്റെ രൂപം മാറിപ്പോകും. हम देखते देखते उसका एक आकार या रूप बदल जाता है. ചിലപ്പോൾ അത് ഇല്ലാതായി തീരും. कभी बादल पूरा छट जाता है. ആ രൂപത്തിൽ വീണ്ടും ആ മേഘം ഒരിക്കലും വരികയില്ല. उसी अवस्था में वो मेघ फिर से कभी नहीं आता है. അതേപോലെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, उसी प्रकार 10वां आयत में लिखा हुआ है, അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. वहाँ पर लिखा है कि मनुष्य कभी उसके घर को फिर लौट कर ना आएगा. അവന്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല. वह अपने स्थान को फिर नहीं पहचानेगा. ഇവിടെ പറയുന്നത് മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവന് ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ ഈ ശരീരത്തിൽ കഴിയുകയില്ലെന്നാണ് പറയുന്നത്. यहाँ पर लिखने का मतलब है कि एक बार मनुष्य मर जाए तो शरीर में लौट कर फिर इस दुनिया पर नहीं आ सकता. അപ്പോൾ നമുക്കൊരൊറ്റ ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. इसका मतलब कि हमें सिर्फ एक जीवन इस दुनिया में है. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ परमेश्वर का वचन पढ़े तो മനുഷ്യനെ ദൈവം മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. परमेश्वर ने मनुष्य को मिट्टी से रचा. ആ ദൈവവചന പ്രകാരം ഈ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. परमेश्वर के वचन के अनुसार ये जो मिट्टी है मिट्टी में ही मिल जाए. സങ്കീർത്തനം 90-ന്റെ 3 അത് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. भजन संहिता 90 का 3रे आयत में हम व्यक्ति रूप से वहां देख सकते हैं. മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യനെ പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. वहाँ पर लिखा हुआ है कि जो मनुष्य को मिट्टी में वापस मिला देता है. എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് മനുഷ്യൻ മണ്ണിലേക്ക് തിരികെ ചേരും. इसका मतलब कि मृत्यु के द्वारा मनुष्य मिट्टी में वापस मिल जाता है. എന്നാൽ 90-ന്റെ 3-ാമത്തെ വാക്യത്തിൽ വേറൊരു വാചകം കൂടെ കാണുവാൻ കഴിയും. വായിച്ചാട്ട്. लेकिन भजन संहिता 90 का 3रे आयत में एक चीज और लिखा हुआ है. അവിടെ എഴുതിയിരിക്കുന്ന മരിച്ചുപോയ മനുഷ്യരെ തിരിച്ചു വിളിക്കുന്നതായിട്ടും അവിടെ നമുക്ക് കാണുവാൻ കഴിയും. वहाँ पर लिखा है कि तू मनुष्य को लौटाकर चूर करता है और कहता है कि हे आदमियों तू लौट आओ. ഈ വചനം കേൾക്കുന്നവർ വളരെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ഈ വേദഭാഗങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ये वचन को ध्यान से पढ़ने पर ही समझ में आएगा. ഒന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ശരീരത്തിൽ ഈ ഒരൊറ്റ ജീവിതം ഈ ഒരൊറ്റ ആയുസ്സേ ഉള്ളൂ. पहली बात तो मैंने कहा कि इस शरीर में एक ही जीवन है. ഈ ശരീരത്തിൽ മരിച്ചാൽ പിന്നെ നമുക്ക് ലോകത്തിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. ഈ ശരീരത്തിൽ इस शरीर की मृत्यु के पश्चात हमें इस दुनिया में जीवित नहीं रह सकते हैं. എന്നാൽ വചനം പറയുന്നു മരിച്ചുപോയവരെ ദൈവം തിരികെ വിളിക്കുന്നു. लेकिन 90 वचन संहिता के 30 आयत में लिखा हुआ है कि मरे हुए लोगों को भी परमेश्वर लौट कर बुला रहा है. അതേപോലെ തന്നെ ദാനിയേലിന്റെ പ്രവചനം 12-ന്റെ 13-ാം വാക്യത്തിലും കാണുവാൻ കഴിയും. यही चीज दानियेल की किताब 12वां अध्याय 13वां आयत में देख सकते हैं. ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, दानियेल तू वापस जाओ. കാലത്തിന്റെ അവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. കാലങ്ങൾ തീരുമ്പോൾ അല്ലെങ്കിൽ സമയങ്ങൾ തീരുമ്പോൾ നീ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരും ദൈവസന്നിധി. जब तेरी अवस्था पूरी हो जाएगी उसके पश्चात उस दुनिया पर लौट आएगा. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ जब ये वाक्य हम सब पढ़ते हैं മരണത്തിനപ്പുറമായിട്ട് മനുഷ്യൻ ഒരു ജീവിതമുണ്ടെന്ന് കാണുവാൻ കഴിയും. वहाँ पर हम देखते हैं कि मृत्यु के पश्चात ही मनुष्य की एक जीवन है. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വാക്യം വായിച്ചത്. उसी से संबंधित वाक्य आज हमने पढ़ा. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ हमने जो देखा उस जो आने वाली जो दुनिया उसके बारे में ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. इब्रानी किताब 2-ന്റെ 5-ാമത്തെ വാക്യം. इब्रानी किताब 2 अध्याय उसके 5 आयत में लिखा है,
उसने उस आने वाली जगत को जिसकी चर्चा हम कर रहे हैं स्वर्गदूत के अधीन ना किया। ഈ ഭാവി ലോകം എന്ന് പറയുന്നത് ഏതാണ്? ये आने वाला जगत, इसका मतलब क्या है? ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ इस बात की यदि हम जानना है तो ഭൂമിയുടെ ചരിത്രത്തെ കുറിച്ച് അല്പമായിട്ട് നമുക്ക് പഠിക്കുവാനുണ്ട്. इस भूमि का चरित्र के बारे में कुछ हमें पढ़ना जरूरी ഇത് है। വരാൻ പോകുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് പറയുന്നത്. मतलब आने वाले जगत के बारे में कुछ बता रहे हैं। ലോകമെന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തെ കുറിച്ച്, ഒരു സമയത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു യുഗത്തെ കുറിച്ചാണ് പറയുന്നത്. इस लोक या जगत का मतलब है कि एक युग या एक Yeah. आने वाला समय। അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഭൂമിയുടെ ചരിത്രം അല്പം മനസ്സിലാക്കിയിരിക്കണം. जिस प्रकार मैंने कहा कि इस भूमि का कुछ चरित्र हमें मालूम होना जरूरी है। നമ്മൾ ഭൂമിയുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ हम इस भूमि के चरित्र के बारे में कुछ पढ़ते പല हैं। മാറ്റങ്ങൾ സംഭവിച്ചൊരു ഭൂമിയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. कई प्रकार के बदलाव के दौर से गुजर रहे इस भूमि पर हम रह रहे हैं। ഇനിയും ഈ ഭൂമിക്ക് ചില മാറ്റങ്ങൾ വരുവാനുണ്ട്. इस भूमि पर और कई बदलाव और आने वाले हैं। നമ്മൾ വചനപ്രകാരം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ इस वचन के अनुसार हम वर्णन करेंगे तो ഉൽപ്പത്തി പുസ്തകം 1:1 ഇങ്ങനെ വായിക്കുന്നു. उत्पत्ति किताब पहला अध्याय उसका पहला आयत में इस प्रकार पढ़ते हैं। ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ആദ്യ വാചകം. आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि किया। ഒന്നാമത്തെ ഭൂമിയെ കുറിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യ ഭൂമിയെ കുറിച്ച് അല്പ കാര്യങ്ങൾ ചിന്തിക്കാം. और पहली भूमि के बारे में लिखा है तो हम सबसे पहले जो भूमि उसके बारे में चिंता कर सकते हैं। ആദിമ ഭൂമിയിൽ മനുഷ്യരില്ലായിരുന്നു. आदि में जो भूमि बनाया था वहां पर कोई मनुष्य नहीं था। ആദിമ ഭൂമിയിൽ ലൂസിഫറും കൂട്ടരുമാണ് വസിച്ചുകൊണ്ടിരുന്നത്. आदि में जो सबसे पहले भूमि थी वहां पर लूसीफर और उसके साथ वाले बसते थे। യോസ്കേൽ പ്രവചനം 28:13 വാക്യം വായിക്കാം. യോസ്കേൽ പ്രവചനം 28:13 വാക്യം വായിക്കാം. यहेजकेल की किताब 28वां अध्याय उसका 13 വചനം. 13वां आयत पढ़ेंगे। 8:13 വായിച്ചു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അവിടെ ലൂസിഫറിനെ കുറിച്ചാണ് ആ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. वहां पर लूसीफर के बारे में बताया गया है। ലൂസിഫർ എന്ന വാക്ക് മലയാളത്തിൽ കാണുവാൻ കഴിയത്തില്ല. ഇംഗ്ലീഷിൽ ആ വാക്ക് വായിക്കുമ്പോൾ ലൂസിഫറിന് തന്നെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണുവാൻ കഴിയും. लूसीफर शब्द जो है वो मलयालम में इंग्लिश बाइबल में लिखा हुआ है। അപ്പോൾ ലൂസിഫറിനെ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലാണ് ദൈവം ആദ്യം ആ ഭൂമിയിൽ പാർപ്പിച്ചിരുന്നത്. लूसीफर को परमेश्वर ने सबसे पहले जो वाटिका बनाई थी ഈ एदन वाटिका वहां पर रखा ലൂസിഫർ എന്ന് हुआ था। പറയുന്ന കെരൂബ് വർഗത്തിൽപ്പെട്ട അതിപ്രധാനമായ ഒരു ദൂതനാണ്. ये लूसीफर का मतलब कि करूब नाम के समूह में रहने वाला एक स्वर्गदूत था। ആ കെരൂബ് വർഗത്തിൽപ്പെട്ട ഒരു ദൂതനായിരുന്നു ഈ ലൂസിഫർ എന്ന് പറയുന്നത്. करूब समूह में जो एक स्वर्गदूत था उसका नाम था लूसीफर। അവന്റെ സൃഷ്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ 9 വിധമായിരിക്കുന്ന അല്ലെങ്കിൽ നവരത്നങ്ങൾ കൊണ്ടാണ് ഈ ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചിരുന്നത്. इस लूसीफर के बारे में पढ़े तो 9 रत्नों से इस लूसीफर की रचना की गई थी। ആ ദൈവം അവന് വലിയ അധികാരങ്ങൾ കൊടുത്തിരുന്നു. परमेश्वर ने इस लूसीफर को कई प्रकार के अधिकार दे रखे थे। ദൈവത്തിന്റെ തോട്ടമായി ഏദനിലാണ് അവൻ പാർത്തിരുന്നത്. परमेश्वर की जो एदन वाटिका थी वहां पर लूसीफर ഈ रहता था। ഏദൻ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആദാവും ഹവ്വായും പാർത്തിരുന്ന ഏദനല്ല. जो एदन वाटिका का मतलब ये वो एदन वाटिका नहीं है जहाँ पर आदम या हव्वा रहते थे। അത് ഭൂമി ആദാമിനെ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ഭൂമിയിൽ ഏദനെ കുറിച്ചാണ് പറയുന്നത്. ये जो एदन वाटिका लूसीफर रहता था ये आदम या हव्वा के रचना करने से पहले की वाटिका है। അതിനെയാണ് ദൈവത്തിന്റെ പർവ്വതം എന്നൊക്കെയാണ് പറയുന്നത്. उसे परमेश्वर का एक पर्वत कहते हैं। അപ്പോൾ ഏദൻ പർദീസയിലാണ് ഈ ലൂസിഫർ വസിച്ചുകൊണ്ടിരുന്നത്. ये जो एदन वाटिका है वहाँ पर ये लूसीफर रहता था। ഈ ഏദൻ തോട്ടത്തിൽ വസിച്ചുകൊണ്ട് ഭൂമിയിൽ ലൂസിഫർ ഭരണം നടത്തിയിരുന്നു. ये एदन वाटिका पर रहकर लूसीफर ने दुनिया पर अपना अधिकार जताया। അന്ന് ഭൂമിയിൽ ഒരു കൂട്ടർ ജീവിച്ചിരുന്നു. उस समय दुनिया में एक वर्ग जीवित था। അത് മനുഷ്യരാണോ എന്ന വ്യക്തമായ തെളിവുകളിൽ ഒരു കൂട്ടർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. वो मनुष्य या कोई और है इसका कोई निश्चित प्रमाण नहीं है। എന്നാൽ ഈ ലൂസിഫറിന്റെ അകത്ത് അഹങ്കാരം കടന്നു വരുവാനിടയായി തീർന്നു. लेकिन इस लूसीफर के हृदय के अंदर कई प्रकार के अहंकार आया। യശയാ പ്രവചനം एशिया की किताब 14:12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യശയാവ് 14:12 വാക്യം. एशिया की किताब 14वां अध्याय उसका 12वां आयत पढ़े तो അരുണോദയപുത്രനായ ശുക്ര, യാ. നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു? ജാതികളെ തട്ടിക്കൊണ്ടുവരെ നീ വെള്ളത്തിൽ വീണു. ഞാൻ സ്വർഗ്ഗത്തിൽ കയറി യാ. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കുന്ന അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നു. യശയാ 14:12 തൊട്ട്
एशिया की किताब 14 अध्याय उसका 12वां आयत में लिखा हुआ हाँ है, पढ़ो। हे भोर के चमकने वाले तारे, या तू क्यों कर आकाश से गिर पड़ा है? तू जो जाति जाति को हरा देता था, तू अब कैसे काट कर भूमि पर गिराया गया है? तू मन में कहता तो था कि मैं स्वर्गों पर चढ़ूंगा, हाँ। मैं अपने सिंहासन को ईश्वर के तारागण से अधिक ऊंचा करूंगा और उत्तर दिशा की छोर पर सभा के पर्वत तो ഈ विराजूंगा। ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ जब ये सब वाक्य हम पढ़ेंगे तो ലൂസിഫറിന്റെ അകത്ത് അഹങ്കാരം കടന്നു വരുവാനിടയായി തീർന്നു. लूसीफर के अंदर की जो अहम या अहंकार की भावना के बारे में बताया गया। ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ തന്റെ സിംഹാസനത്തെ വെക്കുവാൻ അവൻ ആഗ്രഹിച്ചു. उसने जो सोचा कि मैं परमेश्वर के सिंहासन से ऊपर अपना सिंहासन बनाऊंगा, അതുകൊണ്ട് ദൈവം അവനെ വെട്ടി താഴെ ഇട്ട് കളഞ്ഞെന്നാണ് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. इसलिए प्रभु परमेश्वर ने उसे काट कर नीचे गिरा दिया, ऐसा परमेश्वर का वचन कहता है। ഈ ഭൂമി അങ്ങനെയാണ് പാഴും ശൂന്യമായി തീർന്നത്. ഈ ഭൂമി അങ്ങനെയാണ് പാഴ ഒന്നുമില്ലാത്ത ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് നശിച്ചു പോയത്. उसके पश्चात ये दुनिया कुछ भी नहीं है, शून्य की अवस्था में आ गई। ഞാൻ പറഞ്ഞു ഇരമ്യാ പ്രവചനം 4:23 തൊട്ട് വായിക്കുമ്പോൾ यिर्मयाह की किताब 4 अध्याय उसके 23 आयत से नीचे को पढ़ेंगे ഈ तो ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് പാഴ് ശൂന്യമായിട്ടുള്ള സകല സൃഷ്ടികളും അന്നത്തെ ലോകത്തിൽ ഉണ്ടായിരുന്നു. വായിക്കാം ഇരമ്യാ 4:23 വാക്യം. यिर्म- ഭൂമിയെ നോക്കി ആ അതിനെ പാഴ് ശൂന്യമായി കണ്ടു. ആ ഞാൻ ആകാശത്തെ നോക്കി ആ. അതിന് പ്രകാശമില്ലായിരുന്നു. യാ ഞാൻ പർവ്വതങ്ങളെ നോക്കി ഉം. അവ വിറയ്ക്കുന്നത് കണ്ടു. ഉം. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഉം. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. ഉം. ആകാശത്തിലെ പക്ഷികളൊക്കെ പറന്നുപോയി. ഉം. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. മതി ഹിന്ദി में पढ़ो. यिर्मयाह की किताब 4 अध्याय उसका 23वां आयत नीचे क्यों पढ़ रहा हूँ। मैंने पृथ्वी पर देखा, वह सूनी और सुनसान पड़ी थी और आकाश को और उसमें कोई ज्योति नहीं थी। मैंने पहाड़ों को देखा, वे हिल रहे थे और सब पहाड़ियों को कि वे डोल रही थी। फिर मैंने क्या देखा कि कोई मनुष्य भी ना था या और सब पक्षी भी उड़ गए थे। फिर मैं क्या देखता हूँ कि यहोवा के प्रताप और उस भड़के हुए प्रकोप के कारण उपजाऊ मതി. देश, ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ जब ये भाग हम पढ़ते हैं तो ആദാം വസിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പാർക്കുന്ന ഭൂമിയിൽ ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല. आदम जहाँ रहता था उस समय का नहीं, उसके पहले का जो सिचुएशन है वहाँ पर इस प्रकार की बातें ഇത് होती थी। ആദിമ ഭൂമിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ये जो आदि की भूमि है उसके बारे में लिखा गया അവിടെ है। മൃഗങ്ങളും പക്ഷികളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. वहाँ पर लिखा है कि वहाँ पक्षी और मृग सब थे। അത് ശാസ്ത്രത്തിൽ കൂടെ തെളിവുകളും നമുക്ക് കാണുവാൻ കഴിയും. इस वचन के द्वारा हम इसकी निशानियां देख सकते हैं। മനുഷ്യർ കോടാനകോടി വർഷം പഴക്കമുള്ള ഡൈനസോറിന്റെ മറ്റും അതിന്റെ അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. जो मनुष्य है वो डायनासोर जो करोड़ों साल पुराने थे उसकी अस्तित्व को ढूंढ रहे हैं। അതെല്ലാം വചനപ്രകാരം സത്യമായ കാര്യങ്ങളാണ്. वो सब वचन के अनुसार सत्य बातें हैं। എന്നാൽ ആദാമിന്റെ സൃഷ്ടി മുതൽ ഇന്ന് വരെ ഏകദേശം 6000 വർഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. आदम की सृष्टि के पश्चात अभी तक 6000 साल के आसपास हुए हैं। അതുകൊണ്ട് ഇത് ആദിമ ഭൂമിയിലെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. इसलिए ये आदम से पहले की जो आदिम भूमि उसके बारे में लिखा है। അന്നത്തെ സകല സൃഷ്ടികളെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. उस समय की जो सृष्टि थी सब परमेश्वर ने नष्ट कर दिया। ഈ ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് മൂടിക്കളയുവാനിടയായി തീർന്നു. इस भूमि को परमेश्वर ने पूरे पानी से भर दिया। ആ സങ്കീർത്തനം 104 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. भजन संगीत 104 के 6वें आयत में पढ़ सकते हैं। ഉൽപ്പത്തി 1:1 വാചകത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത്. उत्पत्ति किताब पहला अध्याय उसका पहले आयत के दूसरे भाग में हम देख सकते ആ हैं। ആദിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായി തീർന്നു. आदि में परमेश्वर ने आकाश और भूमि की सृष्टि की, भूमि बिल्कुल शून्य था। അപ്പോൾ ആ ഭൂമി എങ്ങനെ പാഴും ശൂന്യമായിരുന്നു അല്പമായ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. भूमि किस प्रकार शून्य थी ऐसा मैं सोचता हूँ कि आप लोगों को समझ में आ गया होगा। ഇതൊക്കെ ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഈ ഭാഗം ഇന്ന് പ്രസംഗിക്കുവാൻ ദൈവാത്മാവിന് ഹൃദയത്തിൽ തോന്നിച്ചത്. ये सब बातें परमेश्वर को लोगों को जानना जरूरी है, इसलिए मेरे मन में परमेश्वर ने इसका प्रचार करने के लिए कुछ बातें डाली ഇത് हैं। സാധാരണയൊന്നും പ്രസംഗിക്കുന്ന ഒരു വേദഭാഗങ്ങൾ ഇതെല്ലാം പഠന ക്ലാസ്സുകളാണ് ഇതൊക്കെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. ये स्पेशली एक अध्ययन करने वाली आराधना में इसको पढ़ाया जाता है, प्रचार के रूप में नहीं किया जाता है। എന്നാൽ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. लेकिन परमेश्वर लोगों के हम लोग के जीवन में भी ये सब बातों के बारे में जानकारी होना അപ്പോൾ जरूरी ഈ है। രണ്ടാമത്തെ ഭൂമി എന്ന് പറയുന്നത് പാഴ് ശൂന്യമായിരിക്കുന്ന ഭൂമിയെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. ये जो दूसरी भूमि है इसके बारे में बताया गया, ये बिल्कुल शून्य थी। അത് എത്ര കോടി വർഷം ഇങ്ങനെ കിടന്നെന്ന് ആർക്കും അറിയത്തില്ല. ये कितने करोड़ों साल पुरानी थी ये कोई नहीं जानता। കോടാനകോടി വർഷങ്ങൾ ഇത് പാഴായിട്ടും ശൂന്യമായിട്ടും കിടന്നെന്നാണ് തിരുവചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
परमेश्वर के वचन से हम जा सकते हैं कि करोड़ों करोड़ों वर्ष से शून्य पड़ी हुई थी। എന്നാൽ ഈ ഭൂമി ഒരിക്കലും നശിച്ചു പോകാതിരിക്കേണ്ടതിന് വെള്ളത്തിന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിവാസമുണ്ടായിരുന്നു. लेकिन ये भूमि कभी नाश ना हो इसलिए उस भूमि के ऊपर जो पानी था, पानी के ऊपर परमेश्वर की आत्मा थी। അപ്പോൾ മൂന്നാമത്തെ ലോകമാണ് ആദാം വസിച്ചിരുന്ന ലോകം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പാർക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത്. जो तीसरा लोक था वो है जब आदम रहने की अवस्था में थी। ആദാമ്യ ലോകം എന്ന് പറയുന്നതാണ് ഉൽപ്പത്തി 3 തൊട്ട് കാണുന്ന സൃഷ്ടികളൊക്കെ അന്നുണ്ടായതാണ്. आदम की जो भूमि की अवस्था थी वो है कि उत्पत्ति के तहत तीसरा अध्याय से नीचे पढ़ेंगे। 6 ദിവസം കൊണ്ട് ദൈവം ഭൂമിയെ വീണ്ടും സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ഭൂമിയിലെ ജീവജാലങ്ങളെയെല്ലാം വീണ്ടും സൃഷ്ടിക്കുവാനിടയായി തീർന്നു. उस दिन के पश्चात प्रभु परमेश्वर ने दुनिया में फिर से सृष्टि करना शुरू किया। 6ാമത്തെ ദിവസം ദൈവം മനുഷ്യനെയും ഉണ്ടാക്കി. 6वें दिन परमेश्वर ने मनुष्य की भी रचना कर दी। ആ മനുഷ്യനെയാണ് ഭൂമിയിലുള്ള ഏദൻ തോട്ടത്തിൽ ദൈവം പാർപ്പിച്ചിരുന്നത്. उस मनुष्य को परमेश्वर ने इस भूमि पर जो एदन वाटिका थी वहां पर रखा। മനുഷ്യൻ പാപം കൂടാതെ എത്ര വർഷം ജീവിച്ചെന്ന് നമുക്കറിയത്തില്ല. मनुष्य इस भूमि पर बिना पाप के कितने वर्ष जीवित रहा ये हम नहीं അതിനാണ് जानते। കാലഘട്ടങ്ങളെ കുറിച്ച് യുഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ യുഗം എന്ന് പറയുന്നത് നിഷ്പാപ യുഗം, പാപമില്ലാത്ത കാലഘട്ടം എന്ന് പറയുന്നത്. ये युगों का बात करें तो जो पहला युग था वो था बिना पाप किए हुआ एक युग। എത്ര കാലഘട്ടം മനുഷ്യൻ പാപം കൂടാതെ ജീവിച്ചു നമുക്കറിയത്തില്ല. कितने युग या कितने साल मनुष्य ने बिना पाप किए जी हम नहीं जानते। എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ഏകദേശം 1600 വർഷം കഴിഞ്ഞപ്പോൾ लेकिन 1600 साल जब हो गए जब मनुष्य ने पाप करना चालू किया, ദൈവം ഭൂമിയെ നോഹയുടെ കാലത്ത് വെള്ളത്താൽ വീണ്ടും നശിപ്പിച്ചതായിട്ട് കാണുവാൻ കഴിയും. हम अचानक पढ़ सकते कि प्रभु ने फिर नूह के समय में पानी बरसाकर भूमि को नष्ट कर दिया। എന്നാൽ ആ വെള്ളം കണ്ട് ഭൂമിയെ സമ്പൂർണ്ണമായി ദൈവം നശിപ്പിച്ചില്ല. लेकिन उस पानी के द्वारा परमेश्वर ने पूरी तरीके से इस भूमि को नष्ट नहीं किया। കരയിൽ ജീവജാലങ്ങളെല്ലാമാണ് അന്ന് ചത്തുപോകുവാനിടയായി തീർന്നത്. किनारे पर जो भी जीवित वस्तु सब मरना चालू हो गए। നോഹയുടെ വെട്ടകത്തിൽ കയറി മനുഷ്യനും മൃഗങ്ങളും മാത്രമാണ് രക്ഷപ്പെട്ടത്. नूहा के जहाज पर जो भी जानवर चढ़े या मनुष्य चढ़े थे वो सब जीवित बच गए। ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ മനുഷ്യരെയും മൃഗങ്ങളെയും കൊണ്ടാണ് ഭൂമി നിറഞ്ഞത്. इस बाढ़ आने के पश्चात की मनुष्य और जीव जंतु के द्वारा इस मनुष्य यहाँ पर जीवन बढ़ गए। ആ ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. उस दुनिया पर अभी हम जी रहे അപ്പോൾ हैं। മാനവജാതി നമ്മളെല്ലാം നോഹയുടെ കുടുംബത്തിൽപ്പെട്ട നോഹയുടെ സന്തതികളാണ്. इसका मतलब जो मनुष्य जाति हम लोग ये नूहा की संतति है। എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ अर्थात परमेश्वर के वचन के अनुसार पढ़े तो ഇനി ഈ ഭൂമിക്ക് ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. इस भूमि पर कुछ और बदलाव आने वाले हैं। അതിൽ ഒരു മാറ്റമാണ് 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്നത്. उसमें से एक है ये 1000 साल राज करना। 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് 1000 साल राज करने का मतलब സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം जितनी भी सभा इस दुनिया से जाने के पश्चात എല്ലാ ദൈവമക്കളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയതിനു ശേഷം जितने भी परमेश्वर के लोग उन सबको इस दुनिया से हटाने के 7 पश्चात വർഷക്കാലം ഇവിടെ സാത്താന്റെ ഭരണത്തിന്റെ കീഴിലായിരിക്കും ഈ ലോകം എന്ന് പറയുന്നത്. ये जो दुनिया 7 साल शैतान के अधीन में रहेगा। അവിടാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന സകല സംഭവങ്ങളും ആ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. वहीं पर जो हम प्रकाशित वाक्य में जितनी बातें पढ़ते हैं उसी समय पूरी होने वाली है। എന്നാൽ ആ പീഡനകാലത്തിന്റെ അവസാനം 7 വർഷം കഴിയുമ്പോൾ अर्थात जो हमारे ऐसा मनुष्य के जीवन में जो पीड़ा आने वाली उस समय യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാര് സ്വർഗീയ ദൂതന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. यीशु मसीह अपने स्वर्गीय दूतों के साथ भूमि पर उतर आएगा। ദാനിയേലിന്റെ പ്രവചനം 2ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ दानियेल की किताब दूसरा अध्याय पढ़े तो അവൻ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തെ കുറിച്ച് ദാനിയേൽ അത് വ്യാഖ്യാനിച്ച് അർത്ഥം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ नबूकदनेस्सर ने जो स्वप्न देखा था उसकी जब व्याख्यान दानियेल करता है, വ്യാഖ്യാനിച്ച് അവസാനം കടന്നു വരുമ്പോൾ जब उसकी व्याख्या कर आखिरी में जब आता ഒരു है കല്ല് പർവ്വതത്തിൽ നിന്ന് കടന്നു വരുന്നതായിട്ട് കാണുവാൻ കഴിയും. पहाड़ से एक पत्थर उड़कर आते हुए देखते ഈ हैं। കല്ല് ബിംബത്തെ അടിച്ച് തകർത്ത് ഇല്ലാതാക്കി കളഞ്ഞു. ये जो पत्थर है ये जो बीम को पूरी तरीके से नष्ट कर देता അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് है। इसका अर्थ ഈ കല്ലെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ये जो पत्थर है अपने प्रभु यीशु मसीह को दर्शाता है। യേശു ക്രിസ്തു രാജ്യം ഭരിക്കുവാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ यीशु मसीह जब राज्य करने के लिए इस दुनिया पर उतर എല്ലാ आएगा, ഭരണകൂടങ്ങളെയും ലോകത്തിൽ നിന്ന് മാറ്റിയിരിക്കും. इस दुनिया पर जो भी अधिकारी है उसको दुनिया से अलग करेगा। 1000 വർഷം യേശുവും തന്നെ വിശുദ്ധന്മാരും കൂടെ ഭൂമിയിൽ വാഴാൻ പോകുകയാണ്. 1000 साल प्रभु यीशु मसीह अपने स्वर्गदूतों के साथ दुनिया पर राज करने वाला। അത് നമ്മുടെ ഒരു ഭാവി പ്രത്യാശയായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ये हमारी आने वाली एक प्रत्याशा है। നമ്മൾ വായിച്ച വാക്യത്തിന്റെ ഒരു അർത്ഥം അതാണ്. 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ വാഴാൻ പോകുകയാണ്. हमने जब वचन पढ़ा उसका मतलब यही है कि 1000 साल हम प्रभु यीशु मसीह के साथ राज करने वाले हैं। എന്നാൽ അതും പൂർത്തീകരണമല്ല.
लेकिन वो भी पूरा नहीं है। നമ്മൾ വായിച്ച വാക്യത്തെ പ്രത്യേകമായിട്ട് കാണുവാൻ കഴിയുന്നത് आज हमने जो पढ़ा उस वाक्य में हम प्रत्येक उसको पढ़ सकते हैं। നാം പ്രസ്താവിക്കുന്ന ഭാവി കാലത്തെ वहाँ पर लिखा है कि आने वाले അവൻ जगत को ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്, കീഴ്പ്പെടുത്തിയത്. उसने स्वर्गदूत के अधीन नहीं किया है। ഞാൻ പറഞ്ഞു ഭൂമിയുടെ ചരിത്രം നമ്മൾ പഠിച്ചു വന്നപ്പോൾ जब इस भूमि का चरित्र को हम पढ़ते हुए आते हैं तो പ്രത്യേകമായി സാത്താന്യ ദൂതന്മാർ ഈ ഭൂമിയെ കൈവശമാക്കിയിരുന്നു, അല്ലെ ഭൂമിയെ ഭരിച്ചിരുന്നു. कई प्रकार की जो शैतानी ताकत है इस भूमि को अपने कब्जे में रखा हुआ था। ഇന്നും ഈ ഭൂമി പിശാചിന്റെ കരത്തിലാണ്. आज भी जो है भूमि एक शैतान के कब्जे में है। ആ സാത്താൻ യേശുവിനോട് പറയുന്നുണ്ട്, शैतान यीशु से ഈ कहता है കാണുന്നതെല്ലാം എന്റേതാണ്, ये जो सब तू देख रहा है सब मेरा അത് ही है, എന്റെ കരത്തിൽ തന്നിരിക്കുകയാണ്. ये सब मेरे हाथ में दिया हुआ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്കത് തരാം. है। यदि तू गिरकर मेरी दंडवत करेगा तो ये सब मैं तुझे दे दूंगा। അപ്പോൾ ഇന്നും ഈ ഭൂമിയിൽ സാത്താന്യ ഭരണങ്ങൾ നടക്കുന്നുണ്ട്. इसका मतलब ये कि आज भी इस भूमि पर शैतान का अधिकार है। അപ്പോൾ സാത്താന്റെ ഭരണമില്ലാത്ത ഒരു ലോകത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ പോകുകയാണ്. इसका मतलब है कि हमें परमेश्वर ऐसी दुनिया में ले जाने वाला है जहाँ पर शैतान का कोई अधिकार नहीं है। അതിലൊന്നാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. उसमें से एक है 1000 साल राज्य करना। വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ प्रकाशित वाक्य की किताब 20वें अध्याय से आगे को हम पढ़ेंगे तो 1000 വർഷത്തേക്കിന് സാത്താനെ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ്. 1000 साल शैतान को जंजीर से बांध कर रखने वाला ഈ है। 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ये 1000 साल जो राज्य करना इसका मतलब ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും എങ്ങനെയെന്ന ആ രീതിയിൽ നമ്മൾ വാഴാൻ പോകല, സകല മനുഷ്യരും വാഴാൻ പോകുകയാണ്. इसका मतलब ये है कि एदन वाटिका में जिस प्रकार आदम या हवा रहते थे उस प्रकार हम राज्य करने वाले हैं। അന്നും ഭൂമിയിൽ മരണമുണ്ടായിരിക്കും. उस समय भी इस दुनिया पर मृत्यु तो होगी। 1000 ആണ്ട് വാഴ്ചയിലും ഭൂമിയിൽ മരണമുണ്ട്. 1000 साल जब राज्य करेंगे उस समय भी मृत्यु की अवस्था तो होगी। എന്നാൽ വചനം പഠിക്കുമ്പോൾ 100 വയസ്സ് തികയാതെ ഒരു കുഞ്ഞൊന്നും മരിക്കത്തില്ല. लेकिन उस समय भी 100 वर्ष पूरे किए बिना कोई भी परमेश्वर का लोग नहीं मरेंगे। അപ്പോൾ 1000 ആണ്ട് വാഴ്ചയും ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു അനുഗ്രഹം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. तो 1000 साल जो उसका राज्य से मतलब है कि पूर्ण रूप से जो अनुग्रह है वो भी हम प्राप्त नहीं कर सकते। യശയാപ്രവചനം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ एशिया की किताब 11वें अध्याय हम पढ़ेंगे तो അവിടെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. वहाँ पर 1000 साल राज्य करने के बारे में बताया गया है। യശ്യാവിന്റെ കുറ്റിയിൽ നിന്ന് ദാവീദിന്റെ വംശത്തിൽ വായിച്ചോ. എന്നാൽ ഇസ്രായേലിന്റെ കുറ്റിയിൽ നിന്ന് ഒരു ആ. പൊട്ടി പുറപ്പെടും. ആ ഒരു വേരിൽ നിന്ന് ഒരു കോപ്പ് ഫലം കായ്ക്കും. ആ ദൈവം ദാവീദിന് വാഗ്ദത്തം കൊടുക്കുമ്പോൾ जब परमेश्वर ने दाऊद के साथ वाचा बांधी थी എന്നേക്കുമുള്ള ഒരു ഭരണത്തെയും ഒരു സിംഹാസനത്തെയുമാണ് ദാവീദിന് കൊടുത്തത്. परमेश्वर ने दाऊद को हमेशा के लिए एक राज्य सिंहासन दिया। 89-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ അത് കാണുവാൻ കഴിയും. भजन संहिता 89 पढ़ेंगे तो वहाँ पर भी लिखा हुआ है। അവിടെ എഴുതി നിന്റെ സന്തതി തലമുറ തലമുറയായി അവിടെ രാജ്യം ഭരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. वहाँ पर लिखा है तेरा वंश हर एक युग में वहाँ पर राज्य करेगा। അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. उसका यथार्थ जो वचन का जो मतलब पढ़े तो दाऊद की संतान जो आगे प्रभु यीशु मसीह के बारे में ആ बताया। യേശുക്രിസ്തു 1000 ആണ്ട് ഭരിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. यीशु मसीह 1000 साल राज्य करने के लिए इस भूमि पर आने वाला है। അന്ന് സാത്താൻ ലോകത്തിൽ ഉണ്ടായിരിക്കത്തില്ല. उस समय शैतान इस दुनिया पर नहीं होगा। 1000 വർഷത്തേക്കിന് സാത്താനെ ബന്ധിക്കും. 1000 साल के लिए शैतान को बांध दिया जाएगा। യശയാപ്രവചനം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ एशिया की किताब 11वें अध्याय हम पढ़ेंगे तो അവിടെ എല്ലാ മൃഗങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരികയാണ്. उस समय जानवरों की सभी की अवस्था में बदलाव आएगा। ഒരു ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് ഭൂമി കടന്നു പോകാൻ പോകുകയാണ്. एदन वाटिका के उस अनुभव में इस दुनिया जाएगी। എന്നാൽ 1000 ആണ്ടിന്റെ അവസാനം കടന്നു വരുമ്പോൾ लेकिन जब 1000 साल का आखिरी समय आएगा ഈ സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടും. इस शैतान का कुछ समय के लिए बंधन खोल दिया जाएगा। അന്നാണ് ബൈബിളിൽ കാണുന്ന അവസാനത്തെ യുദ്ധം നടക്കുന്നത്. उस समय इस बाइबल में जो बताया गया है आखिरी जो युद्ध होगा അതിനാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. उसी को गोग युद्ध बोला जाता है। അപ്പോൾ സാത്താനെയും കൂട്ടരെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിത്യമായ നരകത്തിലേക്ക് തള്ളിയിടും. उसी समय शैतान और उसके साथ वाले को परमेश्वर हमेशा के लिए नरक में डाल देगा। ഈ ഭൂമിയിൽ നിന്ന് സകല ദുഷ്ടന്മാരെ നശിപ്പിക്കും. इस दुनिया से जितने दुष्ट लोग हैं सबको परमेश्वर नाश कर देगा। ഈ ഭൂമിയെ ദൈവം അഗ്നി കൊണ്ട് തീ കൊണ്ട് കത്തി നശിപ്പിക്കാൻ പോകുകയാണ്. इस दुनिया को परमेश्वर आग से जलाकर नष्ट करने वाला है।
2 പത്രോസ് 3:5 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ दूसरा पतरस किताब 3 अध्याय के 5 അവിടെ തീ കൊണ്ട് ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കുന്നതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. वहां पर लिखा है कि परमेश्वर आग से इस दुनिया को नष्ट कर देगा. അതിനെയാണ് പുതുവാന ഭൂമി അല്ലെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത്. इसी को एक नया आकाश और नया भूमि कहते हैं. ഈ ഭൂമിയെ ഈ മാസത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ദൂതന്മാർക്ക് അധീനമല്ലാത്തൊരു ഭൂമിയിൽ നമ്മൾ പാർക്കാൻ പോവുകയാണ്. इसी के बारे में मैंने इब्रानियों की किताब पढ़ा कि इस आने वाले जगत की चर्चा जिसकी प्रभु ने की थी वहां पर हम रहने वाले. അന്ന് സാത്താൻ ലോകത്തിൽ സാത്താന്യ ദൂതന്മാർ ലോകത്തിൽ കാണുകയില്ല. उस समय शैतान इस दुनिया पर नहीं होगा. വായിക്കാൻ 2 പത്രോസ് 3:5 തൊട്ട് ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. दूसरा पतरस की किताब ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലുള്ളതായ ഭൂമിയും ആ പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അവരുടെ ലോക ജലപ്രളയത്തിൽ മുങ്ങിനശിച്ചുവെന്നും ആ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും ആ. അവരെ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു ആ ന്യായവിധിയും വ്യക്തിഗത മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുപിടിക്കുന്നുവെന്നും അവർ അപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ ദൈവം ഇനിയും തീ കൊണ്ട് നശിപ്പിക്കാൻ പോകുന്നെന്നാണ് പത്രോസ് പറയുന്നത്. इसका मतलब पतरस यहाँ पर कहता है कि अभी हम जिस दुनिया पर रहते हैं इसको परमेश्वर आग से नष्ट करने वाला है. ആ 2 പത്രോസ് 3:5 നമ്മൾ പഠിക്കുമ്പോൾ दूसरा पतरस की किताब 3 अध्याय उसके 5वें आयत से ഈ नीचे पढ़ेंगे तो ഭൂമിയെ ദൈവം തന്റെ വചനത്താൽ ഉണ്ടാക്കിയതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. यहाँ पर लिखा है कि परमेश्वर ने अपने वचन के द्वारा इस भूमि को बनाया है. അവിടെ എഴുതിയിരിക്കുന്നത് പണ്ടുള്ള ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. वहाँ पर लिखा है कि परमेश्वर ने जो पुरानी भूमि थी इसको पानी के द्वारा ഇത് नष्ट कर दिया. നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. यहाँ पर नुहा के समय जो जल प्रलय था उसके बारे में नहीं लिखा हुआ. ഞാൻ പറഞ്ഞു ലൂസിഫറിന്റെ കാലത്ത് സംഭവിച്ച അന്ന് നശിപ്പിച്ച് കളഞ്ഞ ഭൂമിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ पर लूसीफर के समय जो भूमि थी जो उस समय नष्ट किया था उसका बारे में ഇനി बताया. ദൈവത്തിന് ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇനിയും ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. लेकिन आप परमेश्वर को पानी के द्वारा इस पृथ्वी को नष्ट नहीं कर सकते हैं. കാരണം എന്ന് ചോദിച്ചാൽ ദൈവം നോഹിക്ക് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. जो कारण ये है कि परमेश्वर ने नूह के साथ एक वाचा ഇനി बांधी थी. ഭൂമിയെ വെള്ളം കൊണ്ട് ഞാൻ നശിപ്പിക്കത്തില്ല. परमेश्वर ने वहां पर नूह के साथ ये वाचा बांधी थी എന്നാൽ कि मैं पानी के പത്രോസ് द्वारा ഇവിടെ नष्ट करूं. എഴുതിയിരിക്കുന്നു, लेकिन पतरस यहाँ पर कहता है ഇപ്പോഴത്തെ ആകാശം ഭൂമി അതേ വചനത്താൽ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. वहाँ पर पतरस कहता है कि वही जो भूमि है वो आग के द्वारा नष्ट किया जाएगा. അതിന്റെ 10ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 പത്രോസ് 5:10 പ്രകാരം എഴുതിയിരിക്കുന്നു. दूसरा पत्र 3 अध्याय उसके 10वें आयत में लिखा हुआ है കർത്ത അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ വയര് കർത്താവിന്റെ ദിവസമോ കടലെ പോലെ വരും. ആ അന്ന് ആകാശം കൊടുപിടുത്തത്തോടെ ഒഴിഞ്ഞു പോകും. ആ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ആ ഭൂമിയിലുള്ള പണികൾ വെന്തുപോവുകയും ചെയ്യും. അടുത്തത് ഇങ്ങനെ ഇവയൊക്കെ ഒഴിവാനുള്ളതായിരിക്കാൻ ആ ആകാശം ചുട്ടടിവാനും ആ മൂലപദാർത്ഥങ്ങൾ വെന്തുപോകാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് മതി ഹിന്ദി में पढ़ो. वहाँ पर इस प्रकार लिखा है कि Yeah. प्रभु का दिन चोर की नाई आ जाएगा. उस दिन आकाश बड़ी हड़हड़ाहट के शब्द से जाता रहेगा और तत्व बहुत भी तप्त होकर पिघल जाएंगे हाँ. और पृथ्वी और उस पर के काम जल जाएंगे. ഇത് സംഭവിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയുടെ ശേഷം ये जो बातें होगी 1000 साल राज्य करने के पश्चात होगी. സകല ദുഷ്ടന്മാരെയും ദൈവം ന്യായം വിധിച്ച് നരകത്തിൽ തള്ളിയിട്ടിട്ട് सभी दुष्ट लोगों का न्याय करके उसे नरक में धकेलने के पश्चात ഈ ഭൂമിയെ തീ കൊണ്ട് ദൈവം നശിപ്പിക്കാൻ പോകുകയാണ്. इस भूमि पर प्रभु आग जलाकर पूरी तरीके से नष्ट करने ഒന്നുകൂടെ वाला. പറഞ്ഞാൽ അഗ്നി കൊണ്ട് ഈ ലോകത്തെ ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ് ഈ ഭൂമിയെ. एक बार फिर से बोलूं तो आग से इस भूमि को फिर से एक बार शुद्ध करने वाला. എല്ലാ പാപങ്ങളും ശാപങ്ങളും ഈ ലോകത്തിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. जितने भी पाप है और शाप है इस भूमि से प्रभु दूर करने वाला. വെളിപ്പാട് പുസ്തകം 21ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ प्रकाशित वाक्य 21वां अध्याय पढ़े तो അവ യോഹന്നാൻ പറയുന്നു, यूहन्ना वहाँ कहता है ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. कि मैंने एक नया आकाश और नया भूमि देखा. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. पहला आकाश और पहला जो भूमि है वो दूर हो गया है. യോഹന്നാൻ ഇങ്ങനെ പറയുമ്പോൾ यूहन्ना जो इस प्रकार कहता है അതിനെ കാണുവാനില്ലെന്ന് പറയുമ്പോൾ नहीं दिख रहा है ऐसा बोले तो പത്രോസ് പറയുന്നത് ഭൂമിയെ ദൈവം തീ കൊണ്ട് ശുദ്ധീകരിക്കും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയാണ്. पतरस कहता है कि आग के द्वारा परमेश्वर इस दुनिया को नष्ट करेगा या शुद्ध ഈ करेगा. ഭൂമിയെ ദൈവം പുതുതാക്കി തീർക്കാൻ പോകുകയാണ്. इस भूमि को प्रभु फिर से नया बनाने वाला ഈ है. പുതുവാന ഭൂമിയിലാണ് ദൈവത്തോടു കൂടെ നമ്മൾ വാഴുവാൻ പോകുന്നത്. इस नए भूमि पर हम प्रभु यीशु मसीह के साथ राज्य करने वाले हैं. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു, पिछले दिनों में हमने पढ़ा था 1 തെസ്സലോനിക്കർ 5:10
വാക്യത്തിൽ पहला थिस्सलुनीके 5:10 ദൈവം നമ്മെ കോപത്തിനു വേണ്ടിയല്ല അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. परमेश्वर ने हमें कोप या गुस्से के लिए नहीं रखा है। ദൈവത്തോടുകൂടെ വാഴുവാനാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. परमेश्वर के साथ राज्य करने के लिए परमेश्वर ने हमें चुना है। ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രത്യാശ നൽകി തരുന്ന ദൈവത്തിന്റെ വചനമാണ്. परमेश्वर के वचन हमें कितनी प्रकार की ഈ आशाएं ലോക डालता है। ജീവിതത്തിനപ്പുറമായിട്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്, ഒരു ജീവിതമുണ്ട്. इस दुनिया के उस पार हमें एक नया जीवन है, नई നമ്മുടെ आशा है। കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ പുതുവാന ഭൂമിയിൽ നമ്മൾ വാഴാൻ പോകുകയാണ്. हमारे प्रभु यीशु मसीह के साथ हम नई भूमि पर रहने वाले हैं। അവിടെ നമ്മൾ ആരായിരിക്കുമെന്നും 22-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. उस समय हम कौन होंगे वो प्रकाशित वाक्य 22वें अध्याय में लिखा हुआ है। അതിന്റെ 22-ന്റെ 3 പഠിക്കുമ്പോൾ हम 22वें अध्याय का 3रा आयत पढ़े तो അവന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 22 के 3 का लास्ट में लिखा हुआ है, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. वहां पर लिखा है कि उसके दास उसकी सेवा करेंगे। ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഭാഗത്ത് നിന്ന് പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. पिछले हफ्ते मैंने इसके बारे में बताया ഇന്ന് था। നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കുകയാണ്. आज हम विश्वास के साथ उसकी आराधना करते എന്നാൽ हैं। പുതുവാന ഭൂമി നമ്മുടെ യേശുവിന്റെ മുഖം കണ്ട്, പിതാവിന്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. लेकिन नए भूमि पर हम प्रभु यीशु मसीह का मुख देखकर उसकी आराधना അതാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. वही एक असली यथार्थ रूप से आराधना ഇന്ന് है। നമ്മൾ ആരാധിക്കുന്ന ഹൃദയത്തിൽ യേശുവിനെ കണ്ടുകൊണ്ടാണ്. आज हम जो आराधना करते हैं हृदय में यीशु को देखकर करते हैं। എന്നാൽ നമ്മുടെ യേശുവിനെ പോലെ നമ്മൾ മാറ്റപ്പെട്ട് യേശുവിന്റെ മുഖം കണ്ട് ആരാധിക്കാൻ പോകുകയാണ്. लेकिन हम अलग होकर प्रभु यीशु मसीह का मुख देखकर उसकी आराधना करने वाले हैं। 22:5 അവസാനത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, प्रकाशित वाक्य 22वें अध्याय उसके 5 के आखिरी भाग में लिखा हुआ है। അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. वहां पर लिखा है वो लोग हमेशा के लिए राजा होगा। ഇത് നമ്മളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ये हमारे बारे में नहीं लिखा है। നമ്മൾ എന്നേക്കും രാജാക്കന്മാരായി മാറ്റപ്പെടാൻ പോകുകയാണ്. हम हमेशा के लिए वहां पर राजा होने वाले हैं। കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് പുരോഹിതന്മാരാണ്. जिस प्रकार मैंने पिछले हफ्ते बताया था कि अभी हम लोग पुरोहित हैं। 1 പത്രോസ് 2:9 നമുക്ക് കാണുവാൻ കഴിയും. दूसरा पत्रोस 2रा अध्याय उसका നമ്മൾ ഇന്ന് പുരോഹിതന്മാരാണ്. अभी हम लोग याजक हैं, എന്നാൽ നമ്മൾ രാജാക്കന്മാരായി മാറ്റപ്പെടാൻ പോകുകയാണ്. लेकिन हम लोग राजा बनने वाले हैं। നമ്മൾ എന്നേക്കും യേശുവിനോടുകൂടെ രാജാക്കന്മാരായി വാഴാൻ പോകുകയാണ്. लेकिन हम हमेशा हमेशा के लिए प्रभु के साथ राजा होने वाले हैं। ഈ പുതുവാന ഭൂമിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ നമ്മൾ വാഴാൻ പോകുകയാണ്. ये जो नई भूमि यहाँ पर हम हजारों हजारों साल रहने वाले हैं। അതാണ് നമ്മുടെ ഭാവി ലോകം എന്ന് പറയുന്നത്. वही हमारी आने वाली जगत है। അതാണ് നമ്മൾ പ്രത്യാശിക്കുന്ന ലോകം എന്ന് പറയുന്നത്. वही एक जगत है जिसकी हम आशा करते हैं। 1000 ആണ്ട് വാഴ്ചകൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. हमारा जीवन ये 1000 साल से खत्म नहीं होता। നമ്മുടെ ഈ ശരീരം മാറിയിട്ട് हमारा शरीर मृत्यु के पश्चात യേശു ക്രിസ്തുവിനെ പോലുള്ള ശരീരം നമ്മൾ പ്രാപിച്ച്, प्रभु यीशु मसीह के समान शरीर हमें प्राप्त നല്ല होने के पश्चात തേജസ്സുള്ള ശരീരം പ്രാപിച്ച്, एक तेजस रूपी शरीर प्राप्त कर ആ പിതാവായ ദൈവവും പുത്രനായ ദൈവം പരിശുദ്ധാത്മാ ദൈവത്തോട് ചേർന്നുകൊണ്ട് उस परिशुद्ध प्रभु यीशु मसीह के साथ मिलकर നമ്മൾ 1000 വർഷങ്ങൾ ഭൂമിയിൽ വാഴാൻ പോകുകയാണ്. हजारों हजारों साल हम इस दुनिया पर राज करने वाले हैं। പുതുവാന ഭൂമിയിലെ വാസം എത്ര വർഷമെന്ന് ബൈബിളിൽ തെളിവില്ല. इस नए भूमि में कितना साल जीवन है इसके वचन में नहीं लिखा है। എന്നാൽ വേദശാസ്ത്രിമാരുടെ അഭിപ്രായ പ്രകാരം, लेकिन वचन लिखने वालों के हिसाब से പല കണക്കുകൂടൽ ചെയ്തിട്ട് അവർ പറയുന്നത്, कुछ बातें सोच समझ के वो लोग कहते हैं കുറഞ്ഞത് 50,000 വർഷത്തിൽ കുറയാത്ത നാളുകൾ ഈ പുതുവാന ഭൂമിയിൽ വാഴാൻ പോകുകയാണ്. कम से कम 50,000 साल इस दुनिया पर हम राज करने वाले हैं। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിൽ പോയാൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. इसलिए इन दिनों में प्रभु परमेश्वर के वचनों के पढ़े तो ये सब ഞാൻ संभव है। പറഞ്ഞു, ഈ ശരീരത്തിൽ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. मैंने जिस प्रकार कहा कि इस शरीर पर एक ही ഈ जीवन है। ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ നിത്യതയെ തെരഞ്ഞെടുക്കുവാനുള്ള കാലഘട്ടമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ये जो जीवन हमारा एक नित्य जीवन प्राप्त करने का एक जीवन है। നമ്മുടെ നിത്യമായ അനുഗ്രഹത്തെ നമ്മൾ നഷ്ടമാക്കി കളയരുത്. हमारा हमेशा के लिए प्राप्त होने वाला നമ്മുടെ अनुग्रह को हम नष्ट കഷ്ടങ്ങളും नहीं करना। പ്രയാസങ്ങളും ഭാരങ്ങളൊക്കെ നമുക്ക് ഈ ശരീരത്തിൽ കടന്നു വരും. कुछ कष्ट या तकलीफें हमारे इस शरीर में आ അതാണ് പൗലോസ് പറയുന്നത്, ഇത് ക്ഷണനേരത്തേക്കിന് നൊടി നേരത്തേക്കിന് മാത്രമേ ഉള്ളൂ. इसलिए प्रेरित पौलुस कहता है कि ये जो कष्ट है कुछ समय के लिए है। വലിയൊരു നിത്യമായ അനുഗ്രഹം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. बड़ी एक आशीष है जीवन प्रभु ने हमारे लिए रखा हुआ ഈ है। പുതുവാന ഭൂമിയിലെ വാസം കഴിഞ്ഞിട്ടാണ് നിത്യ
നിത്യത എന്ന് പറയുന്നത് തുടങ്ങുന്നത്. ये नए जीवन जो नई भूमि पर जीवन के पश्चात ये एक नित्यता शुरू होती ആ है। നിത്യതയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒന്നും അറിയത്തില്ല. नित्यता के बारे में ज्यादा हमें नहीं मालूम। ആ പുതുവാന ഭൂമിയിലെ ചില കാര്യങ്ങൾ നാം എന്തായിരിക്കുമെന്ന് ചില കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. इस नई भूमि पर क्या होगा इसके बारे में आपको मैंने कुछ ഒന്ന്, बातें നമ്മൾ बताई। എന്നും പുതുവാന ഭൂമി നമ്മുടെ ദൈവത്തെ ആരാധിക്കും. पहला एक कि एक नए भूमि पर हम हमेशा प्रभु यीशु मसीह की आराधना രണ്ട്, करें। നമ്മൾ നമ്മുടെ കർത്താവിനോടുകൂടെ രാജാക്കന്മാരായി ഭൂമിയിൽ വാഴാൻ പോകുകയാണ്. दूसरा हम प्रभु यीशु मसीह के साथ राजा बनकर इस भूमि पर राज करेंगे। ഈ പുതുവാന ഭൂമിയിലെ വാസം കഴിയുമ്പോൾ जब इस नए भूमि पर का जीवन खत्म होगा, ആ കൊരിന്ത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ कुरिन्थियों की किताब जब हम पढ़ते हैं യേശു ക്രിസ്തു രാജ്യം പിതാവാ ദൈവത്തെ തിരികെ ഏൽപ്പിക്കും. तो ये जो राज्य है प्रभु यीशु मसीह प्रभु परमेश्वर को हाथों में फिर से दे देगा। പുതുവാന ഭൂമിയിലെ വാസം കഴിയുകയാണ്. इस नए भूमि का जीवन खत्म हो रहा പിന്നെ है। നിത്യത തുടങ്ങുകയാണ്. उसके पश्चात नित्यता ആ स्टार्ट होगी। നിത്യതയിൽ പൗലോസ് എഫേസ്യരെ ദൈവ കൃപയുടെ വലിയ ആഴം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. उसके पश्चात प्रभु की जो एक नित्य आशीष है हमारे जीवन में आने वाली है। നിത്യയുഗങ്ങൾ നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ വാഴാൻ പോകുകയാണ്. हमेशा हमेशा के लिए हम प्रभु यीशु मसीह का रहने वाले ഒരു हैं। നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ. एक क्षण हम चिंता करें, ആ മരണമില്ലാത്ത, बिना मृत्यु के, യാതൊരു വേദനകളും കണ്ണുനീരും കഷ്ടങ്ങളും ഇല്ലാത്ത, बिना किसी दर्द के, बिना किसी आंसू के, നിത്യം 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 നമ്മൾ നമ്മുടെ കർത്താവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. हमेशा हमेशा के लिए हम अपने प्रभु के साथ वास करेंगे। ഒരവസാനമില്ലാത്തൊരു ജീവിതം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. एक समाप्त ना होने वाले जीवन प्रभु हमें देने ഈ वाला है। കേട്ട വചനത്തിനു മുമ്പാകെ നമ്മെ താഴ്ത്താം. इस सुने वचन के सामने अपने आप को सौंपे। ഒരു ഭാവി ലോകം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. एक परमेश्वर ने एक अच्छा जीवन या जगत അതൊരു हमारे ദൂതന്റെ रखा हुआ है। അധീനതയിലല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. परमेश्वर ने उस जगत को दूध के अधीन नहीं നമ്മുടെ किया। യേശുവിന്റെ അധീനതയിലാണ് ആ ലോകം എന്ന് പറയുന്നത്. वो जो दुनिया है वो हमारे प्रभु यीशु मसीह के अधीन है। പുതുവാന ഭൂമിയിൽ നമ്മുടെ കർത്താവിനോട് നമ്മൾ വാഴാൻ പോകുകയാണ്. ये नए युग में हम प्रभु यीशु मसीह की आराधना करने वाले हैं। അതെ, നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. यदि हम मर भी जाए तो हमारा प्रभु यीशु मसीह आएगा तो हम फिर से जी उठेंगे। അതെ, നമ്മുടെ കർത്താവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. हम अपने प्रभु यीशु मसीह के साथ ഈ रहने वाले हैं। വചനം കേൾക്കുന്ന എത്ര പേരകത്ത് പ്രത്യാശയുണ്ട്. ये जो वचन सुने कितने लोगों के अंदर आशा അതുകൊണ്ട് है। ഞാൻ വചനത്തിൽ പറയട്ടെ, കഷ്ടങ്ങൾ സാരമില്ല, इसलिए मैं इस वचन के द्वारा कहता हूँ कि कष्ट है कोई बात नहीं, കണ്ണുനീർ വേദനകൾ സാരമില്ല. आंसू है कोई बात नहीं। നമ്മുടെ ദൈവ ലോകത്തിൽ നമ്മെ കാത്തു പരിപാലിക്കും. इस दुनिया में हमारा प्रभु हमें संभालेगा। ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. उस नित्य जीवन के लिए हम तैयार ഈ रहें। ലോക ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. इस दुनिया के जीवन के साथ ആ हमारा जीवन नष्ट नहीं സ്വർഗീയമായ होता। നിത്യതയിൽ നമ്മൾ പ്രവേശിച്ചില്ലെങ്കിൽ वो स्वर्ग के नित्यता में यदि हम प्रवेश नहीं करेंगे നിത്യമായ നരകമാണ് ലഭിക്കുന്നത്. नहीं तो हमें हमेशा के लिए उस नरक की अवस्था प्राप्त होगी। മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത് ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. जो मनुष्य की आत्मा है वो कभी भी नष्ट नहीं होती। ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശരീരം മണ്ണിൽ നിന്നെടുത്തിരിക്കുന്ന മണ്ണിലേക്ക് തിരികെ ചേരും. जिस प्रकार मैंने पहले कहा है कि जो शरीर रूपी ആ मिट्टी है ജ്ഞാനിയുടെ ये मिट्टी में ജ്ഞാനിയായ जाएगा। ശലോമോൻ പറയുന്നു, ആത്മാവോ അതിനെ കൊടുത്ത ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. शलोमोन कहता है कि जो मिट्टी में मिलकर जो आत्मा है प्रभु के पास पहुंच जाएगी। അതേ, ആത്മാക്കൾക്ക് രണ്ട് നിത്യതയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. आत्मा के लिए दो नित्यता प्रभु ने रखा हुआ है। ദൈവത്തെ അറിയുന്ന ദൈവവചന പ്രകാരം ജീവിക്കുന്നവർക്ക് സ്വർഗീയമാകുന്ന നിത്യത, जो आत्मा प्रभु के वचन के अनुसार रहता है वो स्वर्ग रूपी नित्यता, അല്ലെങ്കിൽ നിത്യമാകുന്ന നരകം. या फिर हमेशा के लिए नरक। വചനം പറയുന്ന അവിടുത്തെ തീ ഒരിക്കലും കെട്ടുപോകത്തില്ല. वचन कहता है उस नरक की जो आगे कभी नहीं बुझती। അവിടുത്തെ പുഴു ചത്തുപോകത്തില്ല. जो वहां के जो कीड़े हैं वो कभी नहीं मरते। നിത്യം നിത്യം വേദന യാതന അനുഭവിക്കാൻ പോകുകയാണ്. हमेशा हमेशा के लिए दर्द की अवस्था से रहने वाले हैं। ഒരിക്കലും വിടുതൽ കിട്ടുകയില്ല. कभी भी छुटकारा नहीं मिलेगा। അതുകൊണ്ട് വചനം വിളിച്ചു പറയുന്നു, इसलिए वचन पुकार कर कहता है രക്ഷിക്കപ്പെടുവാനും മാനസാന്തരപ്പെടുവാനും ഇതാണ് കാലമെന്ന് പറയുന്നത്. उद्धार करने के लिए प्रभु के वचन की ओर बढ़ो। യേശു വരാറായി. प्रभु यीशु मसीह का आगमन അവന്റെ निकट है। വരവിന് വേണ്ടി ഒരുങ്ങ. उसके आने के लिए तैयार रहो। നിത്യമാകുന്ന രക്ഷയെ നഷ്ടമാക്കി കളയരുത്. हमेशा के लिए जो प्राप्त होने वाली ഈ रक्षा उद्धार को नष्ट नहीं നഷ്ടമാക്കിയാൽ करना। ഒരിക്കലും ഇത് തിരികെ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. यदि तूने उसको नष्ट कर दिया तो फिर कभी प्राप्त नहीं होगा। നിത്യ നരകമാണത് സഹിക്കുവാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. हमेशा के लिए यदि नरक प्राप्त होगा तो कोई इसको सह नहीं सकता। നിത്യ വേദനയാണത് സഹിക്കുവാൻ കഴിയത്തില്ല. हमेशा के लिए दर्द है कोई इसको सह नहीं सकता। ഒരിക്കലും അവിടുന്ന് വിടുതൽ കിട്ടുകയില്ല. कभी भी वहां से छुटकारा नहीं मिलेगा। നിത്യം നിത്യം വേദന അനുഭവിച്ച് അവിടെ കിടക്കുന്ന ആ അവസ്ഥ വേണമോ? हमेशा हमेशा के लिए प्राप्त होने वाले दर्द की अवस्था चाहिए। നിത്യം നിത്യ സന്തോഷത്തിന്റെ മേൽ സന്തോഷം അനുഭവിച്ച് യേശുവിനോട് കൂടുന്ന നിത്യത വേണമോ? തിരഞ്ഞെടുക്കുവാൻ മനുഷ്യ നിന്റെ മുമ്പിൽ ദൈവം സമയം വെച്ചിരിക്കുകയാണ്. या फिर हमेशा परमेश्वर खुश रहने वाली अवस्था चाहिए। क्या चाहिए अभी चुन सकते हैं। എന്റെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ വചനം കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതായിട്ടുണ്ടെങ്കിൽ यदि
यदि मेरा वचन सुने हुए कोई भी लोग आज उद्धार प्राप्त नहीं किया, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. प्रभु यीशु मसीह को अपना उद्धार करता मान, പാപ വഴികളെ വിട്ട് മടങ്ങി വരിക. पाप की जो रास्ते को छोड़कर लौट कर आ जाओ, യേശുവിനെ ദൈവമായി സ്വീകരിക്കുക. प्रभु यीशु मसीह को परमेश्वर मानकर स्वीकार करो, അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. उसके आगमन के लिए तैयार ഈ हो। വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन के द्वारा परमेश्वर हमें आशीष दे।